ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എല്ലാവർക്കും. അമ്മ ഒരു സംശയം ചോദിച്ചോട്ടെ? അല്ല, ആരെങ്കിലും സാരി ഉടുത്ത് വായോ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അമ്മ? അല്ല, ഒരു സംശയമാണ് കേട്ടോ അമ്മ. അതല്ലമ്മ, അതെ ഭഗവതി ഇറങ്ങിപ്പോയോ? അല്ല, ഹാങ് ഓവർ പോയോന്ന് അറിയാൻ വേണ്ടി. ഭഗവതിക്ക് ഭയങ്കര തലക്കനുണ്ടായിരുന്നു, അത് മാറിയോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. പറയൂ, ഇതിനെന്തിനാ വരല് കൊണ്ടിരുന്ന് പറഞ്ഞാ മതി. ഇന്ന് ഞാനൊരു കുറുക്ക് കാളനാണ് ഉണ്ടാക്കുന്നത്. കുറുക്കനും കള്ളനും. കുറുക്ക് കാളൻ, അതായത് ചേനി നേന്ത്രക്കായ അങ്ങനെ ചെരിച്ചു മുറിക്കണം. അതെന്താ ചെരിച്ചു മുറിക്കണം? അതങ്ങനെയാണ് അമ്മയൊക്കെ മുറിക്കാൻ. പിന്നെ എന്താ, അത് കൊത്തി കൊത്തി മുറിക്കുക. അമ്മക്ക് മുട്ടി ചെരിഞ്ഞത് കൊണ്ടായിരിക്കും ചെരിച്ചു മുറിച്ചത്. പിന്നെ അതിന് വേണ്ട സാധനങ്ങള്: തൈര് അടിച്ചു വെച്ചാൽ കുരുമുളക് പൊടി, നാളികേരം, ജീരകം, ഒരു പച്ചമുളകും കൂട്ടി അരച്ചതാണ്. നമ്മൾ കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് ഒരേ ഒരു പച്ചമുളക്, അത് എരിവുള്ള പച്ചമുളക് ആയത് കാരണം ഞാൻ ഒരെണ്ണം. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, കടുക്, ഉലുവ, സ്പൂണ്, കപ്പ്, മഞ്ഞള്, ഇതൊക്കെ വേണം. ഞാൻ പറയും. അപ്പൊ അപ്പൊ അമ്മ അതുപോലെ ഒരു കാര്യം പറയും, എല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കി. ഈ കുറുക്ക് കാളെന്ന് പറഞ്ഞാലേ ഓണത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണെന്നാണ് എന്റെ അമ്മയൊക്കെ. അപ്പൊ കട്ടിയായിട്ടുള്ളതാണ്, ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല അല്ലേ? അങ്ങനെ കട്ടിയായിട്ട് ഒഴിച്ചു കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെയല്ല, ഈ ഓണത്തിനാണ് ഈ കുറുക്ക് കാള് ഉണ്ടാക്കുന്നത്. ആയിക്കോട്ടെ, അതിനെന്താ? വെക്കട്ടെ. അതിനെന്താണ്? ഓണത്തിന് ഈ കുറുക്ക് കാളനൊക്കെ അതെന്താ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത്? ഒഴിച്ചാ കൂട്ടാൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല. അങ്ങനത്തെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത് ഞാൻ വിചാരിച്ചു ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചു നോക്കി. എന്ത് നമ്മൾ ഒഴിച്ചു കൂട്ടാലോ? ഒന്ന് ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം. അമ്മ പറയുമ്പോ എന്താണ് സംഭവം എന്നും കൂടി ശരിക്കും പറഞ്ഞു തരണം കേട്ടമ്മ. മഞ്ഞപ്പൊടി ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത്, ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത്. അത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തത് പറഞ്ഞാൽ അങ്ങനെയല്ല. കുറച്ച് കുരുമുളക് പൊടി. ഞാൻ എന്താണ് കരുതിയറിയോ, ഇത് ഓണത്തിന് എന്താണ് നമുക്ക് ഒഴിച്ചിട്ട് കൂട്ടാൻ പറ്റില്ല. അങ്ങനെയല്ല. കുറച്ച് കറിവേപ്പില ഇതിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. വേവുണ്ടാവുമല്ലോ കുറച്ച്. അപ്പൊ മകനെ എന്തായാലും ഭഗവതി ഇറങ്ങിപ്പോയില്ലേ? ഞാൻ എന്താട്ട് മഞ്ഞപ്പൊടി, ചേനയും കായും കൂടി നേന്ത്രക്കായും ഇട്ടു. പിന്നെ വെള്ളം ഒഴിച്ചു, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി കറിവേപ്പില ഇട്ടു, ഉപ്പ് നന്നായി തിളച്ചതിന് ശേഷം. അത് എനിക്ക് അറിയാലോ. പിന്നെ എന്താട്ട് ചോദിക്കുന്നത്? അപ്പൊ അമ്മ ഭഗവതി ഇറങ്ങിപ്പോയപ്പോ അതിൻ്റെതായ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇറങ്ങിപ്പോയില്ലേ? ശാന്തളായ ഒരു സാധാരണക്കാരായ അമ്മയായില്ലേ? ആയില്ലേ? ശാന്തമായ അമ്മയായി മാറി. ശാന്തമായ അമ്മേനെ പെട്ടെന്ന് എങ്ങനെയാണെന്ന് ചൂടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്. എന്ന് വെച്ചാൽ എന്താണ് ചോദിക്കാൻ പോണത് അതല്ലേ അമ്മ ചിന്തിക്കണത്? ആവശ്യമില്ലാത്തത് ഞാൻ ഒന്നും ഒരിക്കലും ചോദിക്കാറില്ല. എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതൽ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുക. എന്തിനാണ് എല്ലാവരുടെയും കാര്യം എന്ന് പറയണത്? എന്നാൽ എല്ലാവരുടെയും കാര്യമാണ്. ചെറുപ്പം മുതൽ മകനെ വയസ്സിന് ചെറിയവരെന്തെങ്കിലും പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യും, വയസ്സിന് മൂത്തവരെന്തെങ്കിലും പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യും. അങ്ങനെ ഈ ജീവിതത്തിൽ നമ്മൾ പല സ്റ്റെപ്പുകളിലും എന്നും കാരണന്മാർ പറഞ്ഞു തന്നൊരു വാക്കുണ്ട് കേട്ടോ, മകനെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചു, മകളെ വിട്ടുവീഴ്ച ചെയ്യൂ, അങ്ങനെ മകളെ വിട്ടുവീഴ്ച ചെയ്യൂ. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കണം എന്താണ് വിട്ടുവീഴ്ച. നമുക്ക് പറയുമ്പോൾ വളരെ സിമ്പിളാണ്, വിട്ടുവീഴ്ച ചെയ്യൂ ജീവിക്കൂ, വിട്ടുവീഴ്ച ചെയ്യൂ ജീവിക്കൂ. അങ്ങനെ കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഒരു പെണ്ണൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പെണ്ണിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കും, മകളുടെ പുതിയൊരു വീടാണ്, വിട്ടുവീഴ്ച ചെയ്യണേ, ജീവിക്കണേ. മകൾ ശരി പറയും. അതേപോലെ മകനോട് പറയടാ, പുതിയൊരു പെണ്ണ് വീട്ടിലേക്ക് വരികയാണ്, നിൻ്റെ പഴയ സ്വഭാവം നീ പുറത്തെടുക്കരുത്, വിട്ടുവീഴ്ച ചെയ്യ്, ജീവിക്കുക പറയും. ഭാര്യയും ഭർത്താവും വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചും കൊണ്ടേ ഉണ്ട്. ഒരു ചെറിയ വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ പല ബന്ധങ്ങളിലും ഈ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേ ഇരിക്കും മകനെ എന്ന് പറയുന്നത് ശരിയാണോ? എന്ന് വെച്ചാൽ ഒരു വ്യക്തിനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ സാഹചര്യങ്ങളിലും ഒരാളെ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ മതിയോ? ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ലൊരു സംബന്ധമാണെന്നൊക്കെ വെച്ചോളൂ. അപ്പോൾ അവിടെ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ മതി, ലെഫ്റ്റിൽ നിൽക്കുന്നത് റൈറ്റിൽ നിൽക്കുന്ന ആൾ കയ്യിലുള്ള അവകാശം ഇല്ല എന്ന് വെച്ചാൽ
വിട്ടുവീഴ്ച ചെയ്യുന്ന പറയുന്ന ഒരാളോട് മാത്രം പറഞ്ഞു. അത് വിട്ടുവീഴ്ച അത്യാവശ്യമാണോ, വിട്ടുവീഴ്ച വേണ്ടതാണോ? അതാണ് എൻ്റെ ചോദ്യം. വേണ്ടതാണോ വേണ്ടാത്തതാണോ, ജീവിതത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ച ഭാഗമാണ്. എന്നാലും എങ്ങനെയാണ് വിട്ടുവീഴ്ചകളെ പറ്റി ഒരു ചോദ്യം. ഇത് ഇളക്കിയാലേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തുകൊണ്ടുണ്ടാവണ്ടേ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പറഞ്ഞു തന്നു വിട്ടുവീഴ്ച ചെയ്യണം എന്നൊക്കെ, എല്ലാം ശരി തന്നെയാണ്. ചില കാര്യങ്ങളിൽ അമ്മ ഭഗവതി അല്ല, അത് അവിടുന്ന് പോയി. ഞാൻ പറഞ്ഞു തന്നല്ല, എല്ലാവരും പറയുമല്ലോ, അങ്ങനെയല്ല. എനിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിന് അത് അനിവാര്യമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച പരസ്പരം ഇല്ലെങ്കിൽ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോവുക അല്ലേ? അപ്പം അത് വേണം. വിട്ടുവീഴ്ച ആവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ അത് വേണം. അതില്ലാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അപ്പോൾ എന്താ പറയില്ലേ, രണ്ട് കൈ കൊണ്ട് കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരാൾ വിട്ടുകൊടുക്കണം. അമ്മ പ്യൂറായിട്ട് മലയാളം പറയാൻ തുടങ്ങി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ അത് വിട്ടുകൊടുക്കണം. അത് വേണ്ടതാണ്, അത് അനിവാര്യം തന്നെയാണ്. പക്ഷെ എല്ലായിടത്തും വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള എൻ്റെ മനോഭാവം ഞാൻ മാറ്റി. അതെന്തിനാണെന്നറിയോ? എൻ്റെ അനുഭവം കൊണ്ട്, എനിക്കുണ്ടായ അനുഭവം. ആദ്യം എന്താന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിന് മൂത്തടിച്ച പോലെ മറുപടി ഒന്നും പറയില്ല. അവര് തെറ്റാണ് പറഞ്ഞാലും കൂടി ഞാൻ എന്ത് അറിയോ, എന്തിനപ്പം ഞാനത്, അവരിങ്ങനെ പറഞ്ഞു അത് തെറ്റാണെന്ന് അവർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവരോട് തിരുത്താൻ വേണ്ട, വിമർശനം ഒഴിവാക്കുക. വിമർശനം വേണ്ട. അവർക്ക് അതുകൊണ്ട് വിഷമമാണ്. ഇനിയിപ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരു സന്തോഷമാണ്, അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചു കൊടുക്കും. നല്ല അമ്മ പാവം. പാവമായിട്ടല്ല, അല്ല, ഇത് ബാക്ക് സപ്പോർട്ടാണ്. അതെന്താന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം ഏതാണ്ട് അങ്ങനെയാണ്. അപ്പൊ എന്നെ കുറിച്ച് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയുക, ആ അമ്പുജത്തിനോട് എന്ത് പറഞ്ഞാലും അവൾക്ക് അതിനെ കുറിച്ച് ഒരു വിഷമവും ഇല്ല, അവളൊന്നും പറയില്ല. നമ്മൾ വീണ്ടും പോയിട്ട് ഒന്ന് ചിരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവള് അതെല്ലാം മറക്കും. അങ്ങനെയാണെന്ന് പറയും. ഞാൻ കേട്ടിട്ടില്ലല്ലോ. ശരി ആയിക്കോട്ടെ. പക്ഷെ ഞാൻ അതിനു വേണ്ടിയല്ല. പക്ഷെ ഞാൻ എന്റെ പൊതുവെ സ്വഭാവം ഒരാളോട് മുഖത്തടിച്ചെന്തെങ്കിലും സംസാരിക്കും. അയ്യോ, ഒരാളുടെ മുഖത്തടിക്കാൻ പാടില്ല, ഗാന്ധിജി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ നീ എന്തെങ്കിലും പറയുമ്പോൾ മുഖത്തടിക്കല് എപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തിട്ടില്ലല്ലോ എന്നോടത് നിങ്ങൾ എപ്പോഴാ പറഞ്ഞു, അങ്ങനെ ഒരു ചോദ്യങ്ങളും ഉണ്ടാവില്ല. അതുപോലും ഞാൻ ചോദിക്കാറില്ല. ആ രീതിയിൽ മുഖത്തടിക്കല്. അപ്പൊ അതൊരു വിട്ടുവീഴ്ചയല്ലേ. അപ്പൊ അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ഞാൻ ആലോചിക്കുക, ചില ഇടങ്ങളിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകയാണ്. കാരണം തെറ്റിന് നമ്മൾ കൂട്ടു പോലെയാണത്. ശരിക്കും പറഞ്ഞാൽ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് അത് പറയുമ്പോൾ അവർക്ക് അത് അപ്പുറത്തൊരു വിഷമമായിരിക്കും. പെട്ടെന്ന് അവർക്കൊരു വിഷമം തോന്നുന്നു, അവരെന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചാലും കൂടി പിന്നീട് അവർ വിചാരിക്കും അവർ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. അത്രേ ഉള്ളൂ. പക്ഷെ ഈ വിട്ടുവീഴ്ച മനോഭാവം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഇല്ലാണ്ടാവും. അവരുടെ മുമ്പിലും നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിലും നമ്മുടെ വ്യക്തിത്വം നമുക്ക് ഇല്ലാതെ. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സ്വർണം നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ തന്നെ പലിശ കെട്ടി ഇരട്ടി പൈസക്ക് തിരിച്ചെടുക്കും പോലെ. എന്ന് വെച്ചാൽ അവരന്ന് പറഞ്ഞു, അന്ന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരന്ന് പറഞ്ഞു. അപ്പൊ അവരോട് അന്ന് തന്നെ അത് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുതയില്ല. അതിന്റെ പകരം നമ്മൾ അന്ന് വിട്ടുവീഴ്ച ചെയ്താലും നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അതിങ്ങനെ ചെറിയൊരു തീനാളം പോലെ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് അതിന്റെ പുക വലുതായി ആ വ്യക്തിയോട് നമുക്ക് ശത്രുത ഉണ്ടാവാൻ പോണത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് പോയിന്റ്. പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയണം, അതിലൊരു വിട്ടുവീഴ്ച കാണിക്കരുത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥലത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റും. അത് കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി. അതാണ് ഈ വിട്ടുവീഴ്ച. അപ്പോൾ അതിപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുവീഴ്ച അങ്ങനെ വേണ്ടാന്നങ്ങ് വെച്ചു തുടങ്ങി. കാരണം ആവശ്യമുള്ളത് ഞാനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അതന്നെ പറയണത്. ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, ആവശ്യമില്ല ആ സ്ഥലം സംസാരിക്കേണ്ട വിട്ടത് കൊണ്ട് മാത്രം ഭാവിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെടുക്കാൻ നമ്മുടെ ശത്രുവായി മാറും. കാരണം അത് നമ്മുടെ മനസ്സിനോട് ആ നീറ്റുണ്ടാവും. നീറ്റങ്ങനെ കിടന്ന് നീറിയിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, ഈ വിട്ടുവീഴ്ചയെ കുറിച്ച് നീ ചോദിക്കേണ്ടത് ഈ അമ്മയോട് തന്നെയാണല്ലേ. പിന്നെ അമ്മയോട് അല്ലാണ്ട് എനിക്കിപ്പോ പഴയ സ്കൂളിലെ ടീച്ചർമാരിനൊക്കെ തെരഞ്ഞു പോകാൻ പറ്റും. അമ്മയോടും അച്ഛനോടും തന്നെയാണ് വിട്ടുവീഴ്ചയുടെ അർത്ഥങ്ങൾ. എന്തിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് അമ്മയോടും അച്ഛനോടൊന്നും ചോദിക്കാൻ പറ്റുള്ളൂ. കൂട്ടുകാരന്മാരോട് ചോദിക്കണമെങ്കിൽ അവർ പറയും ചെലവ്. വിട്ടുവീഴ്ചക്ക് വിധേയരായവരെ ഈ അച്ഛനും അമ്മയാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോവുകയാണ്. അമ്പടാ അറിയോ?
പറഞ്ഞുതരാം. നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കും, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് തരും. ഞങ്ങൾ മോനെ ഇത് നമ്മുടെ ആവശ്യമാണല്ലോ അത്. ആവശ്യമില്ലത് ഇനി വിട്ടുവീഴ്ചയുടെ കാര്യം എന്നോട് ചോദിച്ചതിന് ഞാൻ പറയണം. ഇത് ചുമ്മാ ചോദിച്ചാ ഇത് വടി കൊടുത്ത് അടി പിടിച്ച പോലെ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം മോനെ ഇത് കഴിച്ചാൽ നല്ലതാണെന്ന് പറയുമ്പോ നിങ്ങൾ അതൊക്കെ സംഭവിച്ചിട്ടാണോ എന്താ അമ്മ ഇത് കൊണ്ട് ഗുണം? ഇത് നീ നല്ലോണം വെളുക്കാനാണ് മോനെ, അല്ലെങ്കിൽ നീ തടിക്കാനാണ് മോനെ, നിനക്ക് ബുദ്ധി ഉണ്ടാവാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊക്കെ അംഗീകരിച്ചു തരും. പിന്നെ കുറച്ച് വലുതായി കൗമാരം അങ്ങനെ യൗവനമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളോട് വന്ന് ചോദിക്കും, അമ്മ ഈ ഷർട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ടോ, ഈ പാൻറ് എനിക്ക്. അല്ല ഇതില് ആൺമക്കള് മാത്രമല്ല പെൺമക്കളില്ലേ? പെൺമക്കളുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആൺമക്കളുള്ളത് കൊണ്ട് അത് പറയാണ്. ഓക്കെ ഓക്കെ. അല്ല ഇങ്ങനെ വേർതിരിവ് കാണരുത് കേട്ടോ. ഈ സാരി, ഈ ബ്ലൗസ്, ഈ പാവാട അതൊക്കെ നല്ലതാണോ അമ്മ, എനിക്ക് ചേരുമെന്നൊക്കെ ചോദിക്കും. പിന്നെ അതുപോലെ എന്തു കാര്യം പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ സ്കൂളോ കോളേജുകളിലോ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ട് അമ്മയോട് വിശദമായിട്ട്, അമ്മ ഭയങ്കര വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അതെ തീർച്ചയായിട്ടും. എന്നിട്ട് അമ്മയോട് വന്നിട്ട് പറയും, നിങ്ങളും പറയാറുണ്ടല്ലോ. ഇതിപ്പോ ഞങ്ങളെ പുകഴ്ത്തി പറയണം. വെരി ഗുഡ്, താങ്ക് യു. കേക്ക് ഉണ്ടല്ലേ, ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഞങ്ങളോട് പറയുമ്പോ ഞങ്ങളതൊക്കെ കേട്ട് അയ്യോ എന്റെ മക്കളോട് എല്ലാം പറഞ്ഞോ സന്തോഷിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ്ങിൽ എത്തും. ഒന്നും കൂടായ മക്കള്, ഒരു ബോണ്ടാണ് നമ്മുടെ തമ്മിൽ. അമ്മയുടെ മക്കളുടെ ഹൃദയ ബന്ധം അത്ര. മക്കളെന്ന് പറയുന്നത് ഹൃദയബന്ധം. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചായി നിങ്ങൾ ജോലിയൊക്കെ ആയി നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാപ്തരായി തോന്നുമ്പോ നിങ്ങൾ ഈ വക എല്ലാ കാര്യങ്ങളും മറക്കും. അപ്പൊ നിങ്ങളുടെ തോന്നൽ എന്താ അറിയോ, ഈ അമ്മ അച്ഛനേക്കാൾ അറിവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ള തോന്നല്. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പറയും, എന്തമ്മ അതൊന്നല്ല ശരി, എന്താ അമ്മ അങ്ങനെ പറയണത് മോനെ, ആ ഷർട്ട് നിൽക്കാൻ. പിന്നെ ഇതാണ് ഇപ്പൊ ഫാഷൻ, അമ്മയ്ക്ക് എന്താ പറയാ, ഇത് നല്ല ഫാഷൻ ഇപ്പൊ എന്താണെന്ന് പറയും. അപ്പൊ എവിടെയോ കേട്ട പോലെ ആയിരിക്കും. എന്താ പറഞ്ഞ പുറത്തൊക്കെ പോണതല്ലേ, നമ്മുടെ ഈ വീട്ടിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതല്ലേ. ഞാൻ ഈ സീരിയലൊന്നും കാണാറില്ല, എന്നാലും എവിടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ. അപ്പൊ പുറത്തൊക്കെ പോണതല്ലേ, ചിലപ്പോ അതായിരിക്കും ഫാഷന്. നാടോടുമ്പോ നടുവേ ഓടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മക്കള് മാറും. ഞങ്ങളുടെ ഒന്നും ഉദ്ദേശമല്ലല്ലോ, എല്ലാവരും നിങ്ങൾ ഉൾപ്പെടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ മാത്രം ഉൾപ്പെടില്ല, മറ്റുള്ളവരുടെ മക്കളൊക്കെ അങ്ങനെ. എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ വന്ന് ചോദിക്കും, അമ്മ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടോ, അത് മാറ്റിയിടണോ, അത് അലമാരിൽ വേറെ ഉണ്ട്, അത് നോക്കി സെലക്ട് ചെയ്തതാന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ അമ്മ വന്നിട്ട് ഈ ഷർട്ട് ഈ പാൻറ്റിന് അത്ര കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ പറയാ, അമ്മ ഇതാണ് ഇപ്പൊ ഫാഷൻ എന്ന് പറയും. അപ്പൊ 25-30 വർഷം ഈ അമ്മയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. പെട്ടെന്ന് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇതല്ലേ ഉദ്ദേശിക്കണത്. അപ്പൊ നമ്മൾ അതിനെ സമ്മതിച്ചു തരും, അത് വിട്ടുവീഴ്ചയല്ലേ. അവര് മെച്ചൂർഡായി, ഇനി അവരുടെ കാര്യം തീരുമാനിക്കാൻ അവരായി, നോക്കാൻ പ്രാപ്തരായി. അപ്പോൾ നമ്മളെക്കാളും കൂടുതൽ അറിവൊക്കെ അവർക്ക് ഉണ്ടായി. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളവരെ. അതേപോലെ ഒരു ഉദാഹരണം കൂടി ഞാൻ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ ചീത്ത പറയുമ്പോൾ പേടിച്ച് വരച്ച് ഞങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വെച്ചോളൂ. അയ്യോ അച്ഛൻ ചീത്ത പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ പേടിക്കും, എന്തിനാ അമ്മ എന്നെ ചീത്ത പറഞ്ഞു വന്നിട്ട് 3-4 പ്രാവശ്യം കുഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ മനസ്സൊക്കെ നമ്മളൊന്ന് ഇടയ്ക്ക് മറിച്ച് അവരെന്നെ വന്ന് ഞങ്ങൾക്ക് എന്തായാലും പൈസയോ അല്ലെങ്കിൽ പലഹാരം മേടിച്ചു തരുന്ന രീതിയിലൊക്കെ നമ്മളെ കൊമ്മല കാണിക്കും. ഇപ്പം ചീത്ത പറഞ്ഞാലോ ഒന്നുമില്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറയും, അല്ലെങ്കിൽ പ്രതികരിക്കും. ആണോ? അപ്പോഴും അച്ഛനമ്മ ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചെറുപ്പത്ത് എന്ന് വെച്ചാൽ വളരും തോറും മാറുന്നതാണ് മക്കൾ. മനസ്സിലായില്ലേ? അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആദ്യത്തെ വിട്ടുവീഴ്ച ചെയ്യാൻ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് തന്നെ അച്ഛനും അമ്മയുമാണ്. ആരുടെ ഒരു ചൂരലിനാണോ നിങ്ങൾ പേടിച്ചിരുന്നത്, ഇപ്പം ആ ചൂരൽ ഒരു കൊതു കടിക്കൽ അത്രയും കൂടി ഇല്ലാവുന്നത് നിങ്ങൾ പേടിക്കാണ്ടിരിക്കും. നിങ്ങളുടെ വാക്ക് ഒന്ന് ശബ്ദം ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഏത് മക്കളാണോ പേടിച്ചിട്ട് അയ്യോ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം ആ മക്കളുടെ പപ്പറ ഒന്ന് മിണ്ടാണ്ടിരിക്കേണ്ട അമ്മ ഏത് നേരം വരെ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുമെന്ന് പറയേണ്ട കാലത്തേക്ക് എത്തും. അതാണ് മാതാപിതാക്കളുടെ ഇന്നത്തെ സ്ഥിതി. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എന്നാൽ സ്നേഹിക്കുന്ന മക്കളില്ല എന്നല്ല ഞാൻ പറയണത്, ഒരു മക്കളെ ഞാൻ കുറ്റമല്ല പറയണത്, ഏകദേശം എന്ന് വെച്ചാൽ യൂണിവേഴ്സലായിട്ട് അങ്ങനെയാണ് സംഭവം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ചക്കാരാരാന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ്. അവർ മാത്രമാണ് നമ്മുടെ ലോകം എന്ന് വിശ്വസിച്ചാൽ പെട്ടെന്ന് ഒരു 25 ചിലർ 30 ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഒന്നും അല്ലാന്ന് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ ഞങ്ങൾ എന്താവണം, ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എല്ലാ മക്കളും ഞാൻ പറയുന്നില്ല, ഏതാണ്ട് ചില വീടുകളിലൊക്കെ എന്താ പറയുക, പിന്നെ അവരുടെ തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വിഷമാവെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യും. അതൊരു വിട്ടുവീഴ്ചയല്ലേ. നമ്മുടെ മനസ്സുണ്ടായില്ലെങ്കിലും നമുക്കിപ്പോൾ അത് ചെയ്യാൻ മനസ്സുണ്ടാവില്ല, എന്നാലും
എൻ്റെ മക്കൾക്ക് വിഷമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് മുഖം വയ്ക്കി കഴിഞ്ഞാൽ ഒന്ന് മുഖം വയ്ക്കാൻ നമുക്ക് അതിന് അംഗീകരിക്കേണ്ടി വരും. അതിനേക്കാളും വലിയ വിട്ടുവീഴ്ച എന്താണത്? ഒന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തില് വിട്ടുവീഴ്ച എല്ലാ സംഭവത്തിലും ഉണ്ട്. ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ വിട്ടുവീഴ്ചയുണ്ട്, മക്കള് അച്ഛനമ്മ സംബന്ധങ്ങളിൽ വിട്ടുവീഴ്ചയുണ്ട്. അതുപോലെ തന്നെ വിട്ടുവീഴ്ച ഇല്ലാന്ന് വിചാരിച്ച് ജീവിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അവരാരറിയോ? ഇതുപോലെ തന്നെ ആത്മീയമുള്ള ബന്ധം തന്നെയാണ്. ആരറിയോ? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന കുറച്ച് മക്കള്, അത് 1 ആവട്ടെ 2 ആവട്ടെ എത്ര ആയിക്കോട്ടെ, വേണമെങ്കിൽ നിങ്ങളൊരു പ്രായമൊക്കെ ആയി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഇല്ലയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിച്ച് നിങ്ങൾക്കൊക്കെ ജീവിക്കാം. പക്ഷെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു സുപ്രഭാതം ഒരു ജീവിതത്തിൽ, സുപ്രഭാതം ഒരു നിമിഷം വരും ജീവിതത്തിൽ, അന്ന് ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ ഈ മണ്ണ് വിട്ട് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ യാത്ര എന്ന് പറയുന്നത് സത്യമാണല്ലോ. അപ്പോൾ ഒരു യാത്രയുണ്ട് നമുക്കൊക്കെ. ആ യാത്ര അങ്ങോട്ട് പോകേണ്ടി വരുമ്പോൾ ജീവിതകാലം മുഴുവനും മിണ്ടിയിട്ടില്ല. എന്തിന്? മരിച്ചാലും വരാത്ത ആൾക്കാരും കൂടി ഉണ്ട്. മരിച്ചാലും കൂടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മിണ്ടിയില്ല, മരിച്ചാലും എനിക്ക് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരടക്കം ഈ 11, 16, 40 എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വില അത് എടുക്കന്നെ വേണ്ടോ? അപ്പോൾ അവിടെ ഒരു ബന്ധമുണ്ടോ? അപ്പോൾ ദൈവം കുറിച്ച് വെച്ചൊരു ബന്ധമല്ലേ? അപ്പോൾ ചില സ്ഥലങ്ങളിൽ അപ്പോൾ ചില സ്ഥലങ്ങളിൽ അറിഞ്ഞോ അറിയാണ്ടെയോ നമുക്ക് ഒന്ന് വിട്ടുവീഴ്ചകൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. എപ്പോൾ? ജീവിച്ചിരിക്കുമ്പോൾ ചില ബന്ധങ്ങൾ നമുക്ക് വേണ്ടി വരുന്ന അന്ന് ആ നിമിഷം മനസ്സിലാവും. ഞാൻ ജീവിതകാലം മുഴുവൻ മിണ്ടിയില്ലെങ്കിലും ഇന്ന് അവൻ്റെ പേര് പറഞ്ഞ് അവളുടെ പേര് പറഞ്ഞ് എനിക്കിത് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നൊരു ചിന്ത ഒരു മനുഷ്യന് വരില്ലേ? ആ നിമിഷം യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ചയല്ലേ? ഒരു കർമ്മം ചെയ്യുക, ഒരു സെക്കൻഡ് ഇരിക്കുമ്പോൾ നമ്മുടെ വിട്ടുവീഴ്ച മനോഭാവം അല്ലേ അത്? അപ്പോൾ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്തും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പാടാത്ത സ്ഥലത്ത് ഒരിക്കലും. ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് നമ്മൾ പറയില്ലേ, ഈ തൈര് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ. ആര് പറയും? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, മോര് കറിയൊക്കെ വെക്കുമ്പോൾ പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഈ കുറുക്ക് കളൻ അങ്ങനെയല്ല. കുറുക്ക് കളന് ഇതിട്ട് തിളച്ച് നന്നായി വേവണം. കുറുക്ക് കളന്റെ ഇത് നമ്മൾ പറയില്ല, തിളച്ച് കഴിയുമ്പോ തൈര് പിരിയുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മളിങ്ങനെ ഇട്ട് അത് തിളച്ച് നന്നായി വറ്റി വരുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് ഈ തൈരും അത് തമ്മിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവുന്നത് തോന്നുന്നു, അല്ലെങ്കിൽ അത് പിരിയുണ്ടായിരുന്നു. അല്ല, തൈര് നമ്മൾ മോര് കറിയിലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും തൈര് ഒഴിച്ച് നമുക്ക് ഓഫ് ചെയ്യണം. എന്റെ അമ്പോ, ഞാൻ വെറുതെ ഒരു ഉപമ പറഞ്ഞാണ്. ഇത് തമ്മിൽ ഇത് ഒന്നും ആവില്ല. ഇത് നമുക്ക് അതിൽ കിടന്ന് വെന്തോട്ടെ. ഇത് പിരിയൂല്ല, ഒന്നുമില്ല. ഇത് വറ്റി 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 വരും. കുറച്ച് നേരങ്ങളൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചു വെക്കാം. ഒന്നും ആവില്ല കേട്ടോ, പിരിയുമില്ല, ഒന്നുമില്ല. അങ്ങനെ അതാണ് ഈ കുറുക്ക് കാളന്റെ ഏറ്റവും അമ്മ പറയുന്നത് കേട്ടതാട്ടോ. എനിക്കിതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പറയും, അമ്മ പറയും, നിന്റെ അച്ഛമ്മ പറയും. അതെന്താ പറഞ്ഞാൽ ഇതിങ്ങനെ കുറുക്ക് കാളെന്ന് പറയുമ്പോ തന്നെ ഈ തൈരിൽ കിടന്നത് നന്നായി. എനിക്ക് കുറുക്ക് കാളെന്നുള്ള പേര് അത്ര ഇഷ്ടമായില്ലേ. കുറുക്കൻ കള്ളൻ, കുറുക്കൻ കള്ളൻ എന്ന് പറയുന്നത് വെള്ളം പോലെയുള്ള മോര് കറിയില്ലേ, കാളൻ. ഇത് കുറുക്ക് കാളെന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് ഡ്രൈ ആയി ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. അത് ഇപ്പൊ നമ്മുടെ ഇലയിൽ വിളമ്പാണെങ്കിൽ അത് അവിടെ ഇരിക്കണം. അങ്ങനെ ഒലിച്ച് വരില്ലേ സാമ്പാർ? ഈ ഇപ്പൊ കാളൻ വെച്ചാൽ നമുക്ക് പുളിശ്ശേരിയൊക്കെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങുന്ന സാധനമല്ലേ ഇലയിൽ ഒഴിക്കുമ്പോൾ. ഇത് അങ്ങനെയല്ല, സൈഡിൽ വിളമ്പുന്ന സാധനമാണ്. അത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് പാകാം. അപ്പോൾ യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നേ വേണം. നാളേക്ക് ഈ ബന്ധം അത് നിലനിൽക്കണം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ വേണം. ഒരിക്കലും നമ്മുടെ ആത്മാഭിമാനം നമ്മളെ തന്നെ പണയം വെക്കുന്ന രീതിയിൽ ഒരു വിട്ടുവീഴ്ചയും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പണയം വെച്ച് കഴിഞ്ഞാൽ പണ്ട് പറയും പോലെ മാർവാടിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് സ്വർണം വെച്ച് നമ്മുടെ സ്വർണ്ണത്തിന് അത് വേണ്ടപ്പെട്ട സ്വർണ്ണമായതുകൊണ്ട് വീണ്ടും വീണ്ടും അതിൻ്റെ മുകളിൽ പലിശ കൊടുത്ത് നമ്മൾ തന്നെ തിരിച്ചു മേടിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ആവശ്യത്തിലൊക്കെ വിട്ടുവീഴ്ചകളാവാം. അനാവശ്യമായിട്ട് എവിടെ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അമ്മ ഒന്ന് ആലോചിച്ചു, ഇനി ആവശ്യത്തിന് മാത്രമേ വിട്ടുവീഴ്ച. ഞാൻ അങ്ങനെയാണ്. എന്താ പറഞ്ഞാൽ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ്. അംഗീകരിക്കേണ്ടത് അംഗീകരിക്കും എന്ന പരിപാടി ഞാൻ നിർത്തി. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ചിലത് എന്നോട് അവർ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. എന്നിട്ട് അത് ഞാൻ ഇന്ന ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും എൻ്റെ മുമ്പിൽ തന്നെ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ചെയ്തിട്ട് അവർ അറിഞ്ഞിട്ടാണെന്ന് പറയും. പക്ഷെ ഞാനത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ മൗനമായിട്ട് സമ്മതിച്ചു കൊടുക്കും. അത് വിട്ടുവീഴ്ചയല്ലേ? പിന്നെ അത് ശരിക്കും എന്റെ ഭഗവാനെ അച്ഛന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവോ? എനിക്ക് ഓർമ്മയില്ല.
പറയണ്ട എനിക്കോ അങ്ങനെ ഓർമ്മയില്ലാണ്ടൊന്നും ആവില്ല, അത്രയ്ക്കുള്ളതൊന്നും അല്ല. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കും. അപ്പൊ അത് വിട്ടുവീഴ്ചയല്ലേ? അതെ, പക്ഷെ എന്തായാലും ആശാന്റെ നെഞ്ഞിൽ തന്നെയാണല്ലോ അവസാനത്തെ കളർ എപ്പോഴും. എന്തിനമ്മ എല്ലാത്തിനും എന്നെ ഉപയോഗിക്കണത്? നമ്മുടെ ലാബിലെ എക്സ്പെരിമെന്റിലെ വെള്ള അരിയാണമ്മ ഞാൻ. അതല്ല, അത് വേറെ എന്തോ ഒരു സാധനമാണല്ലേ അതിനെക്കാളും ഭീകരമായിട്ടുള്ളത്. അപ്പൊ ഇനി ഇതാ ഈ നാളികേരം അരച്ചത് ഇതിൽ ഇട്ടു. അപ്പം അമ്മ പറഞ്ഞില്ലേ ചിലരിങ്ങനെ ഓണത്തിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ വരണമെന്നല്ലേ? അപ്പോൾ എനിക്കറിയുന്ന ചില ഓണ വിഭവങ്ങളൊക്കെ ഒന്ന് കഴിക്കും. അത്ര ഇതിന് ഒന്നിങ്ങനെ ഇപ്പോൾ ഇനി ഒന്ന് തളകേറിയാൽ മതി. എന്താ പറയുക, ഈ അയവിൽ നമുക്കിത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇരിക്കില്ലേ ഉള്ളിൽ, ഈ ഉള്ളിൽ ഇരുന്നിട്ട്. പിന്നെ അമ്മ പറഞ്ഞില്ലേ ഒരുപാട് അങ്ങനെ ഇങ്ങനെയുള്ള സാരി ഒന്നും എടുത്തിട്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല എന്ന്. അത് പറയാ പറഞ്ഞ മറന്നു പോകുന്നു. അതെ, ഒരുപാട് കോട്ടൺ ഇവിടെ കോട്ടൺ സാരി അല്ലാത്ത സാരി ഉടുക്കാൻ എനിക്ക് ഉടുത്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഉള്ള കോട്ടൺ സാരി ഞാൻ ഉടുത്തുന്നുണ്ടോ. പിന്നെ ഓണത്തിന്റെ 2-3 ദിവസമൊക്കെ ഞാൻ സെറ്റ് സാരിയോ സെറ്റും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത് വേണമല്ലോ, പിന്നെ ഓണ സമയത്ത് അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുവരെ അങ്ങനെ കൊണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ചും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് വാങ്ങി വെച്ചിട്ട്. മാങ്ങ വെക്കേ അല്ല, എന്താ ഉദ്ദേശിച്ചത്? മാറ്റി വെക്കുക, മാങ്ങ വെക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ വിട്ടുവീഴ്ചകൾ ഒരുപാട് ചെയ്യാൻ പാടില്ല നമുക്ക് അങ്ങനെ തോന്നൽ വരാനുള്ള കാരണം എന്താണ്? ആ ചോദ്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്റെ പല അനുഭവങ്ങള്, എനിക്ക് വേണ്ടപ്പെട്ടവർ എത്രയോ ആൾക്കാര് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യം അംബുജത്തിനറിയാം, അംബുജത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഞാൻ എങ്ങനെ എപ്പോ പറഞ്ഞു? അവരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാനൊരു മടി. ഇനി ഞാനത് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വിഷമമാകുന്നു. അവരെ പറയാത്ത കാര്യം എങ്ങനെ അവർ പറഞ്ഞതെന്ന് അവരെ കുറ്റപ്പെടുത്തും. ചില സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും വിട്ടുവീഴ്ച വന്നിട്ട് അമ്മയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഇതൊരിക്കലും ചെയ്യാൻ പാടാത്തായിരുന്നു? പിന്നീട് ഞാൻ ആലോചിക്കും, അവിടെ നിന്ന് വരും, വന്നിട്ട് ഞാൻ ആ സ്ഥലത്ത് നിന്ന് അവർ പോയില്ലേ, പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടോ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നും അതെ ഞാനിപ്പോ എന്താ ചെയ്തത്. എന്നെ ഒഴിച്ചോളൂ. അവരെന്നോട് ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ല, ഞാനത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അവരെന്താ എന്നോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ തോന്നും. അപ്പൊ അത് എന്റെ മനസ്സിലൊരു വിഷമല്ലേ. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ അസത്യങ്ങൾ പറയുമ്പോൾ അതിന് അസത്യമാണെന്ന് പറയണമെന്ന് തോന്നിയാലും പറയാൻ പറ്റാണ്ടിരിക്കുന്ന സാഹചര്യം അതുണ്ടോ? ആണോ? അപ്പൊ അതും ചിലരുള്ള സുഹൃത്ത് ബന്ധം അങ്ങനത്തെ ബന്ധങ്ങളൊന്നും നശിച്ചു പോകാൻ പാടില്ല വന്നിട്ടല്ലേ? കടുക് ആണോ? അപ്പൊ അതൊക്കെ തെറ്റല്ലേ അമ്മ? തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റന്നെ സമ്മതിച്ചു. ആവശ്യം വിട്ടുവീഴ്ചകൾ വേണ്ട സ്ഥലത്ത് ചെയ്യണം, വേണ്ടാത്ത സ്ഥലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലേ? കടുക് പൊട്ടി, ഇനി കുറച്ച് ഉലുവ. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ വിചാരിച്ചു ഈ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ അത് നിസ്സാരൊരു സംഭവമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് അല്ലേ? ചിലർ ജീവിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണു, ചിലർ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണു. യഥാർത്ഥത്തിൽ എന്റെ മേല് വേറെ തെറിച്ചു എൻ്റെ അമ്മ. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനും എന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിച്ച് അങ്ങോട്ട് പോകാനും വേണം ചില വിട്ടുവീഴ്ചകൾ. ഒരിക്കലും ഒരാളുടെ വിട്ടുവീഴ്ച കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ദോഷം സംഭവിക്കാൻ പാടില്ല, അവനവനും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. എങ്ങനെ അറിയോ? ഒരാളുടെ ജീവിതം നമ്മളെ കൊണ്ട് നശിച്ചു പോകരുത്, അവരുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യാം. തീർച്ചയായിട്ടും അതൊരു പുണ്യകാര്യമാണ്, അതിനു വേണ്ടി മാത്രം. അതേപോലെ ചിലർ വിട്ടുവീഴ്ച ചെയ്തതിനെ മുതലാക്കിയിട്ട് വേറെ വല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അതിനൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. കണ്ടിട്ടേ, ഇതാണ് കുറുക്ക് കാണാൻ. അത് നിങ്ങൾ ഈ പുളിശ്ശേരി എന്ന് പറയില്ലേ, അതിന്റെ ഒരു വകഭേദമാണ് ഈ കുറുക്ക് കാണാൻ. പക്ഷെ ഇത് ഓണത്തിന് ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഓണത്തിന് ഇത് വേണം നിർബന്ധം ആയിട്ട് അമ്മ ഉണ്ടാക്കും, നിന്റെ അച്ഛമ്മ ഉണ്ടാക്കും. അച്ഛമ്മ ചേമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ കായും ചേനയും കൊണ്ട് തന്നെ ഉണ്ടാക്കുക. അപ്പൊ ഇതാണ് കുറുക്ക് കാണാൻ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വിട്ടുവീഴ്ചകളാണ്. എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ചെയ്യുന്ന വേണം, എവിടെയാണോ ചെയ്യാൻ പാടാത്തത് അവിടെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തു ഞാൻ മഹാനായി വന്നിട്ട് ആ ത്യാഗത്തിന് നിങ്ങൾ നിന്നു കൊടുക്കാതെ, അവിടെ ഒരിക്കലും നമ്മുടെ അഭിമാനത്തെ പണയം വയ്ക്കാതെ
മുന്നോട്ട് പോകണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അല്ലേ? അത് മാത്രമേ പറയാനുള്ളൂ അല്ലമ്മ? അത് വേണം ജീവിതത്തിൽ, ഇത് രണ്ടും അത്യാവശ്യമാണ്. അപ്പൊ ഇതാണ് കുറുക്ക് കാണാൻ. അപ്പൊ നിങ്ങൾ ഓണത്തിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ഉണ്ടാക്കി വെച്ചാ നിങ്ങൾക്ക് ഒരു 10 ദിവസങ്ങൾ ഇതിരിക്കും കേടുവരാണ്ട്. അപ്പൊ ഓക്കേ, വിളിക്കില്ലേ? ഓണല്ലേ, എന്നാലും നമ്മള് വിളിക്കുന്നത് അടുത്തൊക്കെ ആണെങ്കിൽ അവര് വന്നേനെ. നമ്മള് വിളിക്കുന്നത് ഈ വിളിക്കാന്ന് പറഞ്ഞാൽ വിളിച്ച ദിവസം ഒന്നും വന്നിട്ടല്ലോ. അപ്പൊ നീ കുറുക്ക് കാണാനൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ വരുന്നോ? ഇവൻ അതിന്റെ കുറ്റം പറയുന്നേ, അതിനാണ് കേട്ടാ. അപ്പൊ വരുമല്ലോ. ബൈ.